hate you, bitch, you not a factor. Matter of fact, I'll get right back. You bitter, you wish you could've made that. Goes around, comes around like a karma carousel. Going out, just to the pile in this bed. That's the style they can read. That's the style they can get. ചാവറ മാട്രിമോണി വഴിയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ചേട്ടനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾ രണ്ട് പ്രൊഫഷനാണ്, 2 ടൈമിംഗ് ആണ്, എല്ലാം വ്യത്യാസമാണ്. പക്ഷെ എന്നാലും ആളുടെ സപ്പോർട്ടീവ് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഒരു ഡ്രീം വേൾഡിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നും. നല്ലൊരു പപ്പ, മമ്മി, അവിടുത്തെ പേരൻസ് അതിലും അടിപൊളി. അവിടെ ഒരു ബ്രദർ, അവനും എൻ്റെ പോലെ സെയിം വൈബ്. ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നവംബർ ലാസ്റ്റ് വീക്കാണ് ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്തത്. അതായിരുന്നു ഫസ്റ്റ് മീറ്റിംഗ്. അന്ന് ഏകദേശം ഒരു തീരുമാനമാക്കി. പിന്നെ ഞങ്ങൾക്ക് ഡിസംബർ 31 ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു മെയ് 31 ഞങ്ങളുടെ കല്യാണമായിരിക്കും. സോ ഇന്ന് മെയ് 31. ഞങ്ങൾ തമ്മിൽ 2 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം എനിക്കൊരു ബോധമാകുന്ന സമയത്ത് മുതലേ അവളെപ്പറ്റി എനിക്കറിയാം. ചെറുപ്പത്തിലെ ഞാനൊക്കെ LKG പോകുന്ന സമയത്ത് ഇവളൊന്ന് ഓടി വരുമായിരുന്നു. വൈകുന്നേരം തിരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്നത് കാത്ത് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് 10th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഞങ്ങൾ പതുക്കെ ഹോസ്റ്റലും ഒക്കെ ആയിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മിഥുനെ പറ്റി ഇത് ആലോചിക്കുന്ന സമയത്ത് ഇവൾ എന്നോട് ചോദിച്ചു, മിഥുനെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്ത് നോക്ക്, ഹൗ ഈസ് ഹി, നിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് മിഥുൻ? വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈസ് എ ഗുഡ് ഗൈ, ഈസ് എ ജെന്യുവൻ ഗൈ. ഒരു പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു മനുഷ്യനാണ്. വി ബി ടേക്കിംഗ് കെയർ ഓഫ് യു, നല്ലോണം പുള്ളിക്കാരൻ നിന്നെ നോക്കിക്കോളും എന്നൊരു ഉറപ്പ് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്. രണ്ടുപേരും നല്ല രീതിയിൽ ജീവിച്ച് എല്ലാവർക്കും ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ പെൺകുട്ടിയുടെ വിവാഹമാണ് നാരദി റെജി മേക്കാടൻ. പൊതുവേ നമ്മൾ പറയും മാതാപിതാക്കളിൽ പിതാവിന് മകളോട് സ്നേഹം കൂടുതലുണ്ട്, അമ്മയ്ക്ക് മകനോടാണ് സ്നേഹം കൂടുതൽ. ഒരു പരിധിവരെ അർത്ഥവത്തായ ചില വാക്കുകളായി അവാചകമായി ഞാനിതിനെ കാണുകയാണ്. ഞാൻ ആരതി തമ്മിൽ ഒരു പിതാവ് മകൾ ബന്ധമായിരുന്നു, മറിച്ച് ഒരു വലിയ സൗഹൃദമായിരുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ അകലുന്നില്ലെങ്കിൽ പോലും മറ്റു കുടുംബത്തിനെയായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രയാസം മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം. ഒരു മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഓരോ കടമ്പയിൽ കടന്ന് വിവാഹത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഒരു വശത്തിൽ അറിയാമെങ്കിൽ പോലും മറു സൈഡിൽ ഈ നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിന് തൻ്റെ ഇടം ഉണ്ടാകണമെന്ന് ഇന്നലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് തൻ്റെ ഇടം ഉണ്ടായി ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ജീവിതത്തിലെ അധ്വാനം എന്ന് പറയുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാണല്ലോ, അവരുടെ ഉയർച്ചയാണ്. നല്ലൊരു കുടുംബത്തിലേക്ക് മാറി നല്ല ഒരു ഭർത്താവും നല്ല മക്കളുമായി അവർ മുന്നോട്ട് പോകണം. ഈ മക്കൾ നല്ല മിടുക്കരായി മാറുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവൂ എന്ന് ചിന്തിക്കുന്നയാളാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു വെഡ്ഡിങ് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയത്. അപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൽ കൂടാൻ പറ്റിയില്ല. ബട്ട് ഐ തിങ്ക് അതിൻ്റെ എല്ലാത്തിനും കൂട്ടിയിട്ടാണ് എനിക്കൊരു വെഡ്ഡിങ്ങിൽ എനിക്ക് ഫുൾ തകർക്കാൻ പറ്റിയത്. ഓൾ ദി വെരി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു, ആര്യ ചേച്ചി ആൻഡ് മിഥുൻ ഭയ്യ. ലവ് യു.